ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 ഓഗസ്റ്റ് മാസം 3-ാം തീയതി ഞായറാഴ്ച മുതൽ 9-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ കർക്കിടകൻ രാശിയിൽ ആയില്യം ഞാറ്റുവേലയിലും ചന്ദ്രൻ ശുക്ലപക്ഷ നവമി മുതൽ വെളുത്തമാവ് വരെ അനിഴം മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. മിഥുനം രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിൽ വ്യാഴവും ശുക്രനും സഞ്ചരിക്കുന്നു. ബുധൻ കർക്കിടകൻ രാശിയിൽ വക്രഗതിയിൽ പൂയം നക്ഷത്രത്തിലും ചൊവ്വ കന്നിരാശിയിൽ ഉത്രം നക്ഷത്രത്തിലും കേതു ചിങ്ങൻ രാശിയിൽ പൂരം നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിൽ പൂരുരുട്ടാതിയിലും മീനൻ രാശിയിൽ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിലവിലെ സാഹചര്യങ്ങൾക്ക് വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വാരമായിരിക്കും. പുതിയ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു ബോധിപ്പിക്കുക ദുഷ്കരമായിരിക്കും. 4-ാം ഭാവാധിപനായ ചന്ദ്രൻ ബലവാൻ ആയതിനാൽ മാനസികമായി സന്തോഷം അനുഭവപ്പെടും. പൊതുവെ പറഞ്ഞാൽ സുഖവും സമാധാനവും അനുഭവപ്പെടുന്നതാണ്. സ്ത്രീകളുടെയും സുഹൃത്തുക്കളുടെയും സഹകരണം ലഭിക്കും. 6-ാം ഭാവത്തിലെ കുജൻ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ അവഗണിക്കാൻ കരുത്തു പകരും. വീടിനോ വാഹനത്തിനോ അറ്റകുറ്റപ്പണി വേണ്ടിവരും. ആഴ്ച ആദ്യ 2 ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണ്ടിവരും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങൾക്ക് മേന്മ കുറയും. പുതിയ സംരംഭങ്ങൾക്ക് സമയം ഉചിതമല്ല. സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ ഉണ്ടാകണം. ദൗത്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ ആവർത്തിത ശ്രമം വേണ്ടിവരും. തുടർന്നുള്ള ദിവസങ്ങളിൽ നേട്ടങ്ങൾ കണ്ടു തുടങ്ങും. തൊഴിൽ മേഖലയിൽ അംഗീകാരവും സ്വീകാര്യതയും വർദ്ധിക്കും. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും. പാരിതോഷികങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. പ്രതീക്ഷിച്ച ആദായം വന്നെത്തുന്നതാണ്. ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ എന്നിവ വാങ്ങാൻ ഇടയുണ്ട്. പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ ആകും. വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചെറിയ കാര്യങ്ങൾ നേടാൻ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. പുതിയ തലമുറയോട് പൊരുത്തപ്പെടാൻ വിഷമിക്കുന്നതാണ്. ആത്മവിശ്വാസം കുറയും. വാഗ്ദാന ലംഘനം ശത്രുക്കളെ സൃഷ്ടിക്കുന്നതാണ്. പ്രതീക്ഷിച്ച ധനം കൈവശം എത്തിയേക്കില്ല. ആഴ്ച പകുതി കഴിയുന്നതോടെ മാറ്റം കണ്ടു തുടങ്ങും. പൊതുവെ മനസ്സമാധാനം ഉണ്ടാകുന്നതാണ്. സംഘടനകളിൽ അധികാരം ലഭിക്കും. പ്രണയികൾക്ക് സന്തോഷം ഭവിക്കും. കുടുംബകാര്യങ്ങൾ ഭംഗിയായി നടത്തുവാൻ സാധിക്കും. ഇടവക്കൂറുകാർക്ക് കൂടുതൽ മെച്ചം പ്രതീക്ഷിക്കാവുന്നതാണ്. ചീട്ടിയിലോ ലോട്ടറിയിലോ ഭാഗ്യപരീക്ഷണങ്ങളിലോ നേട്ടമുണ്ടാകും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹങ്ങൾ സഫലമാകും. ആലോചിച്ചുറപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കും. നക്ഷത്രാധിപനായ ചന്ദ്രൻ പൂർണ്ണ ബലവാൻ ആയതിനാൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും. ദേഹസുഖവും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്കായി നന്നായി തയ്യാറെടുക്കുവാൻ സാധിക്കുന്നതാണ്. കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. വായ്പകളുടെ തിരിച്ചടവിന് മുടക്കം വരില്ല. അയൽ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യനിർവഹണത്തിന് പരസഹായം വേണ്ടിവരും.
കൂടിയാലോചനകളിൽ സഹപ്രവർത്തകരുടെ എതിർപ്പ് നേരിടേണ്ടി വന്നേക്കും. മനസ്സമാധാനം കുറയാൻ ഇടയുണ്ട്. ഇടവക്കൂറുകാർക്ക് 4-ൽ കേതുവും മിഥുനക്കൂറുകാർക്ക് 4-ൽ ചൊവ്വായും സഞ്ചരിക്കുന്നു. ആയതിനാൽ ഗ്രഹനിർമ്മാണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. കിട്ടാനുള്ള ധനം വന്നുചേരും. നിക്ഷേപങ്ങൾ പുതുക്കിയേക്കും. ബന്ധുക്കളുടെ സഹായം സ്വീകരിക്കുന്നതാണ്. സുഹൃത്തുക്കളോടൊപ്പം തീർത്ഥാടനത്തിന് സാധ്യതയുണ്ട്. ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന രംഗത്ത് ശുഷ്കാന്തി ഉണ്ടാകും. തീരുമാനങ്ങൾ സംയോജിതമായി കൈക്കൊള്ളുവാൻ സാധിക്കും. സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമായി തോന്നും. ധനപരമായി സംതൃപ്തി ഉണ്ടാകും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. പ്രണയികൾക്ക് എതിർപ്പുകൾ അകലുന്നതാണ്. വീടുമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് തീരുമാനം നീണ്ടുപോകും. ഇക്കാര്യത്തിൽ കുടുംബാംഗങ്ങൾ അനുകൂലിച്ച് എന്ന് വരില്ല. ഭൂമി ക്രയവിക്രയത്തിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിക്കുന്നതാണ്. പഴയകാല സഹപാഠികളെ കണ്ടുമുട്ടും. വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക കോഴ്സുകളിൽ ചേരുവാൻ ആകും. ചെലവിൻ്റെ കാര്യത്തിൽ ദൂർത്തിനുള്ള സാധ്യതയും ഉണ്ട്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. പ്രവർത്തന മികവ് മേലധികാരികളാൽ പ്രശംസിക്കപ്പെടും. പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ കഴിയും. തീരുമാനങ്ങൾ സമയോചിതമായി കൈക്കൊള്ളുന്നതാണ്. ബിസിനസ്സുകാർ ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കുന്നത് ഗുണകരമായേക്കില്ല. നിക്ഷേപങ്ങളിൽ നിന്നും ധനാഗമം ഉണ്ടാകും. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുകയും അതിൽ പരാതി ഉയരുകയും ചെയ്യും. വീടിനോ വാഹനത്തിനോ അറ്റകുറ്റപ്പണി വേണ്ടിവരും. സന്താനങ്ങളുടെ ശ്രേയസ്സിൽ സന്തോഷം ഉണ്ടാകും. ചെലവ് ഉയരുന്നതാണ്. ആഴ്ച അവസാന ദിവസങ്ങളിൽ ഒരു ജാഗ്രത വേണം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിന്തകൾ മാറിയും മറിഞ്ഞും അനുഭവപ്പെടും. പ്രവർത്തന രംഗത്ത് ഉത്സാഹം കുറയും. തുടങ്ങി വെച്ച കാര്യങ്ങൾ തടസ്സപ്പെടാൻ ഇടയുണ്ട്. ആദിത്യൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ ജാഗ്രത വേണം. കോടതി കാര്യങ്ങളിലോ സാമ്പത്തിക കാര്യങ്ങളിലോ സുഹൃത്തുക്കൾക്കായി ജാമ്യം നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ പഠനകാര്യത്തിൽ മാതാപിതാക്കൾക്ക് ശ്രദ്ധ വേണം. ബന്ധുക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഉചിതമായിരിക്കില്ല. ജോലിയിൽ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ വേതന വർധനവോ ലഭിക്കും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ്. എങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ മേന്മയുണ്ടാകും. പല കാര്യങ്ങളിലും സംതൃപ്തി കുറയും. പലതും കണ്ടില്ല എന്ന് നടിക്കുന്നതാകും ഉചിതം. ഉപദേശിച്ച് കുഴപ്പത്തിൽ ചാടാനുള്ള സാധ്യത ഉള്ളതിനാൽ മൗനം ഭജിക്കുന്നതാവും ഉത്തമം. പ്രതീക്ഷിച്ച ധനം കൈവശമെത്താൻ താമസം നേരിടും. ആഴ്ച മധ്യത്തോടെ സന്തോഷം ഭവിക്കുന്നതാണ്. തടസ്സപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ കഴിയും. ധനക്ലേശം നീങ്ങിത്തുടങ്ങും. കമിതാക്കൾക്ക് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകും. ആരോഗ്യകാര്യത്തിലുള്ള ആശങ്കകൾ അകലും. ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കും. ഇഷ്ടഭക്ഷണയോഗവും ശരിയായ വിശ്രമവും ലഭിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. പാരിതോഷികം ലഭിച്ചേക്കാം. പ്രിയജനങ്ങളുമായുള്ള സമാഗമം പ്രതീക്ഷിക്കാവുന്നതാണ്. സഹോദരങ്ങൾ സഹകരിക്കും. പല മേഖലകളിൽ നിന്നും സഹായലബ്ധി വന്നെത്തും. നല്ലവണ്ണം ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ നന്നായി നിർവഹിക്കുവാൻ സാധിക്കും. ധനപരമായി സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കില്ല. ചൊവ്വ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വാക്കുകളിൽ പാരുഷ്യം നിറയുകയും മറ്റുള്ളവർക്ക് അഹിതമായി തോന്നുകയും ചെയ്യും. ആർക്കെങ്കിലും മനക്ലേശത്തിന് ഇടവരുത്തുവാനും സാധ്യതയുണ്ട്. സമചിത്തത നഷ്ടപ്പെട്ടതായി തോന്നും.
പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ സാഹചര്യങ്ങളുമായി എളുപ്പം പൊരുത്തപ്പെടുവാൻ കഴിയുന്നതാണ്. സമാധാനക്കേടുകൾ ആത്മാർത്ഥ പരിശ്രമത്തിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിലയിരുത്തും. വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിവതും ശ്രമിക്കും. സ്വന്തം ആത്മാർത്ഥത മറ്റുള്ളവർക്ക് ബോധ്യമാകും. തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിർദ്ദയം ചൂണ്ടിക്കാണിക്കുകയും അതുമൂലം ശത്രുക്കൾ വർദ്ധിക്കുന്നതുമാണ്. അധ്വാനം അമിതമായിരിക്കില്ല. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രണത്തിലാകും. സാമ്പത്തിക കാര്യങ്ങൾക്ക് മങ്ങലുണ്ടാകില്ല. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനങ്ങൾ എപ്പോഴും ഏകപക്ഷീയമായിരിക്കും. അതുകൊണ്ട് വിയോജിപ്പുകളെ നേരിടേണ്ടി വരുന്നതാണ്. തൊഴിലിൽ മനംമടുപ്പ് അനുഭവപ്പെടുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സാഹചര്യം അല്ല. കരാർ പണികളുടെ ധനം വന്നുചേരാൻ വൈകിയേക്കും. വിനോദയാത്രയ്ക്കോ തീർത്ഥയാത്രയ്ക്കോ വേണ്ട തയ്യാറെടുപ്പ് നടത്തും. സാങ്കേതിക വിഷയങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുണ്ടാകും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവിചാരിതമായി പല ചെലവുകളും ഉണ്ടാകും. ചെറു യാത്രകൾക്കും സാധ്യതയുണ്ട്. ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. അനാവശ്യമായ തിടുക്കം ദോഷം ചെയ്യും. വാഗ്ദാനങ്ങൾ പലതും വാക്കുകളിൽ ഒതുങ്ങും. ദുഷ്പ്രവണതകളെ നിയന്ത്രിക്കേണ്ടതാണ്. ഉപജാപങ്ങളെ തിരിച്ചറിയുവാൻ കഴിയും. തമസ്കരണവും മൗനവും ശത്രുക്കളെ നിരായുധരാക്കും. പുതിയ സംരംഭങ്ങൾക്ക് സമയം അനുകൂലമല്ല. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിന്തകൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നത് ആയിരിക്കില്ല. സ്വയം തിരുത്താൻ സന്നദ്ധത ഉണ്ടാകുന്നതാണ്. പ്രമുഖരായവരെ പരിചയപ്പെടാൻ അവസരം സിദ്ധിക്കും. സുലഭമായിരുന്നവ ദുർലഭമാകാൻ ഇടയുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതായി വരുന്നതാണ്. പിതൃപുത്ര ബന്ധത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടാകും. സാമ്പത്തികമായി മോശം സ്ഥിതി ആയിരിക്കില്ല. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ ഇടയുണ്ട്. കുടുംബസ്വത്തിൽ നിന്നും ആദായം ലഭിക്കും. സുഹൃത്ത് ബന്ധങ്ങൾ വളരും. തുലാക്കൂറുകാർക്ക് ഭാഗ്യപുഷ്ടിയുടെ കാലമാണ്. ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതീക്ഷിച്ച കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു കിട്ടും. ദൗത്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. ബിസിനസ്സുകാർക്ക് ലോൺ വേഗത്തിൽ ലഭിക്കും. ഗവേഷകർക്ക് അന്വേഷണ യാത്രകൾ വേണ്ടി വരുന്നതാണ്. ചൊവ്വ 12-ൽ സഞ്ചരിക്കുന്നതിനാൽ അവിചാരിതമായ ചെലവുകളും വന്നുചേരും. ഭൂമിയിൽ നിന്നും ആദായം കുറയും. ഭാഗ്യസ്ഥാനത്തെ ഗുരുശുക്രയോഗം പല നേട്ടങ്ങളും സമ്മാനിക്കും. ചിട്ടി ലോട്ടറി നറുക്കെടുപ്പുകളിൽ നേട്ടമുണ്ടാകും. ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും. സന്താനങ്ങളുടെ പഠനത്തിൽ പുരോഗതി ദൃശ്യമാകും. പാരിതോഷികങ്ങൾ ലഭിക്കാം. ആത്മീയ സാധനങ്ങൾക്ക് മുടക്കം വരില്ല. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖലയിൽ പുരോഗതി ഉണ്ടാകും. അസംതൃപ്തികൾ അകലുന്നതാണ്. തടസ്സങ്ങളെ പ്രായോഗിക ബുദ്ധി കൊണ്ട് നേരിടുന്നതാണ്. ബന്ധുവിൻ്റെ ബിസിനസ് വിപുലീകരിക്കുവാൻ അഹോരാത്രം പ്രവർത്തിക്കും. ബിസിനസ് വിപുലീകരണത്തിന് പരസ്യങ്ങളെ ആശ്രയിക്കാൻ ഇടയുണ്ട്. മാർക്കറ്റിംഗ് രംഗത്തുള്ളവർക്ക് അധ്വാനഭാരം കൂടും. വിദ്യാർത്ഥികൾക്ക് ആലസ്യം അനുഭവപ്പെടും. കർമ്മരംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. കലാകാരന്മാർക്ക് അവസരങ്ങൾ തേടി വന്നേക്കാം. അലങ്കാര വസ്തുക്കൾ വാങ്ങുവാൻ പണം ചെലവഴിക്കും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനലാഭം സന്തോഷിപ്പിക്കുന്നത് ആയിരിക്കും. തൊഴിൽ രംഗത്ത് അനുഭവപ്പെടുന്ന ചാഞ്ചാട്ട മനസ്ഥിതിക്ക് മാറ്റം വരും. തൊഴിലിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. കുടുംബജീവിതത്തിൽ സംതൃപ്തി പ്രതീക്ഷിക്കാവുന്നതാണ്. വസ്തു കച്ചവടം ഗുണം ചെയ്യും. പണയ വസ്തു തിരിച്ചെടുക്കുവാൻ സാധിക്കും. വിട്ടുമാറാത്ത അലർജി വിഷമിപ്പിക്കും. സുഹൃത്തുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കും. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ ശുഭതീരുമാനം ആകും. സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നതാണ്. ക്ഷേത്ര ദർശനത്തിന് സമയം കണ്ടെത്തും. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ഗുണമുണ്ടാകും.
ലക്ഷ്യപ്രാപ്തി കഠിനാധ്വാനം കൂടാതെ തന്നെ സാധ്യമാകും. തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കും. ആത്മശക്തി ഉയരുന്നതാണ്. സർക്കാർ കാര്യങ്ങളിൽ കാലതാമസം നേരിടും. ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ചിലതൊക്കെ പഠിക്കുവാനും പഠിപ്പിക്കുവാനും അവസരം ഉണ്ടാകുന്നതാണ്. വാഹനത്തിനോ വീടിനോ അറ്റകുറ്റപ്പണി വേണ്ടിവരും. റിയൽ എസ്റ്റേറ്റ് മേഖല ലാഭകരമാകും. ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന വാരമാണ്. മുൻപ് തടസ്സപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സാധ്യമാകും. കർമ്മരംഗത്ത് ഉണർവുണ്ടാകും. ആവശ്യപ്പെടാതെ തന്നെ വേണ്ടപ്പെട്ടവരുടെ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. ബിസിനസ് രംഗത്ത് പുരോഗതി ദൃശ്യമാകും. സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഫലവത്താകും. നിക്ഷേപങ്ങളിൽ നിന്നും ആദായം കിട്ടും. സന്താനങ്ങളുടെ ഭാവി കാര്യങ്ങളിൽ ശുഭസൂചനകൾ ലഭിക്കും. രോഗികൾക്ക് സമാശ്വാസം ഭവിക്കും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ചറിയാൻ താൽപ്പര്യം തോന്നും. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതാണ്. അധികാരികളുടെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടുകൾ ഉണ്ടാകും. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും ശോഭിക്കും. ഭൗതികമായ പുരോഗതി സന്തോഷം പകരും. സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് വേതന വർധനവ് പ്രതീക്ഷിക്കാം. ധനാഗമം സുഗമമാകുന്നതാണ്. സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും. ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതാണ്. ജോലി തേടുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നുചേരും. ചെലവുകൾ നിയന്ത്രിക്കുവാൻ കഴിയും. പൊതുവെ മനസ്സന്തോഷം അനുഭവപ്പെടും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ഉന്നമനം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ അവസരങ്ങൾ തേടിക്കൊണ്ടിരിക്കും. വിശ്വാസയോഗ്യമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും സ്വയം പിന്മാറുന്നതാണ്. ബന്ധങ്ങളുടെ കെട്ടുറപ്പിന് ഉലച്ചിൽ തട്ടുന്നതായി തോന്നും. അവയുടെ കാരണം കണ്ടെത്തി പരിഹരിക്കാൻ തയ്യാറാകും. പണം കടം വാങ്ങി ബിസിനസ്സിൽ മുടക്കുന്നത് ആലോചിച്ച് വേണം. സാമ്പത്തികവും അല്ലാത്തതുമായ സാഹസങ്ങൾക്ക് കാലം ഉചിതമല്ല. കൃത്യനിഷ്ഠ പാലിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യത്തിൽ കരുതൽ വേണം. വ്യായാമം ഉപേക്ഷിക്കരുത്. ചില ഭാഗ്യാനുഭവങ്ങൾ കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെടുന്നതായി തോന്നും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കർമ്മരംഗത്ത് മുഴുകാനാകും. സ്വന്തം ബന്ധങ്ങൾ കൊണ്ട് ഗുണമോ ദോഷമോ എന്ന് ചിന്തിക്കും. കച്ചവട രംഗത്ത് ഓണവിപണി മുൻനിർത്തി വിപുലീകരിക്കുകയും പുതിയ തൊഴിലാളികളെ നിയമിക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥർ ദുർഘട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയോഗിക്കപ്പെട്ടേക്കും. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ ഏകാഗ്രത പുലർത്തുന്നതാണ്. സാമ്പത്തികമായി സമ്മർദ്ദങ്ങൾ ഉണ്ടാകില്ല. എങ്കിലും പല കാര്യങ്ങളിലും കരുതൽ വേണം. സഹോദര ഗുണം പ്രതീക്ഷിക്കാവുന്നതാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് സ്വാധീനം വർദ്ധിക്കും. സഹപ്രവർത്തകർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകും. തർക്കങ്ങളിൽ മധ്യസ്ഥം വഹിക്കുന്നതാണ്. കൂടുതൽ സാമ്പത്തിക വഴികൾ തെളിയും. സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടിത്തുടങ്ങും. ചെറിയ കടബാധ്യതകൾ കൊടുത്തു തീർക്കുവാൻ കഴിയും. മകളുടെ വീട്ടിൽ താമസിക്കുവാൻ ക്ഷണിക്കപ്പെടും. ദുഷ്പ്രവണതകളെ പ്രതിരോധിക്കാൻ ആകും. പല കാര്യങ്ങൾക്കും ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സ്വീകാര്യമാകും. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്ര അനുഭവങ്ങൾ ആയിരിക്കും വന്നെത്തുന്നത്. ഗ്രഹസൗഖ്യവും ഭോഗസുഖവും ലഭിക്കും. സുഖഭക്ഷണയോഗവും ശരിയായ വിശ്രമവും ലഭിക്കുന്നതാണ്. ശുഭവാർത്തകൾ കേൾക്കാൻ ഇടവരും. സുഹൃത്തുക്കളുമായി ഉല്ലാസവേളകൾ ചെലവഴിക്കും. ദുർവ്യയം നിയന്ത്രിക്കേണ്ടതുണ്ട്. ശുഭകാര്യങ്ങൾ ആരംഭിക്കാൻ ഉചിതമായ സമയമല്ല. മേലധികാരികൾക്ക് അപ്രീതി തോന്നാം. കർമ്മരംഗത്ത് കർമ്മോന്മുഖരാകും. അല്പം ദുർഘടം പിടിച്ച ദൗത്യങ്ങളും ഭംഗിയായി പൂർത്തീകരിക്കും. അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ അത്ര അനുകൂലമല്ല. കർമ്മരംഗത്ത് പ്രതിസന്ധിയും ആലസ്യവും അനുഭവപ്പെടും. ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കുന്നത് ഗുണകരമായേക്കില്ല. ഉദ്യോഗസ്ഥർ കാരണമൊന്നും കൂടാതെ ലീവെടുക്കും. പ്രമാണങ്ങളിൽ ഒപ്പിടുമ്പോൾ നിബന്ധനകളിൽ ശ്രദ്ധ വേണം. കരാർ പണികളിൽ നിന്നും ആദായം ലഭിച്ചു തുടങ്ങും. മുൻകൂട്ടി നിശ്ചയിച്ച യാത്രകൾ മാറ്റിവെക്കേണ്ടതായി വരുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം.
കുടുംബജീവിതത്തിൽ അപസ്വരങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രണയകാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഊർജ്ജസ്വലമായ തുടക്കം കിട്ടുന്ന വാരമായിരിക്കും. പരിശ്രമങ്ങൾ ഫലവത്താകുന്നതാണ്. തൊഴിലിടത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബത്തിലും സന്തോഷം പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിൽ ശുഭവാർത്ത ഉണ്ടാകും. ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ ധനമാർഗങ്ങൾ തെളിയുന്നതാണ്. കച്ചവട രംഗത്ത് ലാഭം വർദ്ധിക്കുന്നതാണ്. എന്നാൽ പുതിയ ശാഖ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടും. ബന്ധുകലഹത്തിൽ പക്ഷം പിടിക്കുന്നത് ദോഷമായി തീരും. പ്രണയികൾക്ക് പ്രതിസന്ധികളുണ്ടാകും. അലച്ചിലിനും സാധ്യതയുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ബാങ്ക് വായ്പ ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകും. പഴയ കടബാധ്യതകൾ ശല്യം ചെയ്തേക്കാം. കരാർ ജോലികളിൽ നിന്നും വരുമാനം കിട്ടിത്തുടങ്ങും. 7ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ദാമ്പത്യത്തിൽ അല്പം സ്വസ്ഥത കുറയും. പ്രണയികൾക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും. വസ്തു വാങ്ങുവാനോ വിൽക്കുവാനോ ശ്രമിക്കുന്നവർക്ക് അമളി പറ്റാതെ ശ്രദ്ധിക്കണം. വിവാദങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാൻ ആകും. ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാൻ അവസരം ലഭിക്കുന്നതാണ്. പൊതുവെ ഒരു ജാഗ്രത അനിവാര്യമാണ്. വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക.